ജീവിതത്തിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒന്നാണ് ബറക്കത്ത്. എല്ലാ രംഗത്തും ബറക്കത്ത് ഉണ്ടാവണം എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു. സന്താനങ്ങളിൽ, സമ്പത്തിൽ, അതേപോലെ കുടുംബത്തിൽ, എല്ലാത്തിനും ഒരു ബറക്കത്ത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു. അത് ലഭിക്കാൻ വ്യത്യസ്തങ്ങളായ കാരണങ്ങൾ, നിമിത്തങ്ങൾ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ദുആ ബറക്കത്തിൻ്റെ ഒരു വഴിയാണ്. ദുആ എന്നുള്ളത് ബറക്കത്തിനുള്ളൊരു വഴിയാണ്. അത്തരം ഒരുപാട് വഴികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു വഴിയാണ് ഈ ഹദീസിൽ നമുക്കുള്ളത്, ബറക്കത്ത് ലഭിക്കാനുള്ള ഒരു വഴി. അതാണ് അൻ അനസിൻ റളിയല്ലാഹു അൻഹു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. അൻ അനസിൻ റളിയല്ലാഹു അൻഹു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു. ഇതിനു മുമ്പ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നബിയുടെ സേവകനാണ്. 10 കൊല്ലം നബിക്ക് സൗജന്യ സേവനം ചെയ്ത് ഒപ്പം കൂടിയാണ് അനസ് റളിയല്ലാഹു അൻഹു. നബിയുടെ ധാരാളം ഹദീസ് അദ്ദേഹം നമുക്ക് ഉദ്ധരിച്ച് തന്നിട്ടുണ്ട്. ചെറിയ പ്രായത്തിൽ നബിയുടെ അടുത്തുനിന്ന് കൂടിയാണ്. ഉമ്മ ഉമ്മു സലൈം റളിയല്ലാഹു അൻഹ നബിയുമായി അടുത്ത് ബന്ധമുള്ള ഒരു ബന്ധു കൂടിയാണ്. നബിയുടെ ഭാര്യമാരുമായി ഏറെ അടുത്ത ബന്ധം സ്ഥാപിച്ചവരാണ്. നബിയുടെ വീടിന് തൊട്ടടുത്തുള്ള വീട് കൂടിയാണ് അനസ് റളിയല്ലാഹുവിൻ്റെ വീട്. അദ്ദേഹത്തിൻ്റെ വാപ്പ അനസ് ഇബ്നു മാലിക്കാണ് വാപ്പ. അതിനുശേഷം വാപ്പാൻ്റെ മരണശേഷം ഉമ്മയെ അബൂ തൽഹത്തുൽ അൻസാരി വിവാഹം കഴിച്ചു. അങ്ങനെ അബൂ തൽഹയുടെ കൂടെയാണ് അനസ് റളിയല്ലാഹു ഉമ്മുസ്ലൈമിൻ്റെ കൂടെ അബൂ തൽഹയുടെ വീട്ടിലേക്കാണ് പിന്നീട് അനസ് റളിയല്ലാഹു വരുന്നത്. അങ്ങനെ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ ഉമ്മ കൊണ്ടുവന്ന് നബിയെ ഏൽപ്പിക്കുകയാണ്. ഇതാ നബി, എൻ്റെ മകൻ അനസിനെ ഞാൻ താങ്കൾക്ക് സേവനം ചെയ്യാനായി ഞാൻ ഏൽപ്പിക്കുന്നു, നിങ്ങൾ അവന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുകയും നബി തങ്ങൾ പ്രാർത്ഥിക്കുകയും ദുനിയാവിലും ആഖിറത്തിലുമുള്ള ഖൈറുകൾ നൽകാനായി നബി ദുആ ചെയ്യുകയും ആ ഖൈർ അദ്ദേഹം പിന്നീട് ധാരാളമായി ദുനിയാവിൽ തന്നെ അനുഭവിക്കുകയും ചെയ്തു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ മക്കളും പേരമക്കളുമായി ജീവിതകാലത്ത് അദ്ദേഹത്തിന് 100-ലേറെ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. നബിയുടെ ആ ദുആയാണത്. മക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ട് 100 ചില്ലാനം ആളുകൾ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ മക്കളും പേരക്കുട്ടികളും ഉണ്ടായിരുന്നു. അതിൽ ഭൂരിപക്ഷം ആളുകളും ഖുർആൻ ഹിഫ്ളാക്കിയ ഹാഫിളുമാരായിരുന്നതാണ്. അദ്ദേഹം ഏകദേശം 100 വയസ്സോളം ജീവിച്ചിട്ടുണ്ട്. നബിൻ്റെ കാലശേഷം ഏകദേശം 90 കൊല്ലത്തോളം ജീവിച്ച ആളാണ് അനസ്. 100 വയസ്സ് വരെ അദ്ദേഹത്തിന് ആയുസ് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ദൗത്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ടു. 4 ഖലീഫമാരുടെ പിറകിൽ നിസ്കരിച്ചു. 4 ഖലീഫമാരുടെ കാലഘട്ടത്തിലും ജീവിച്ചു. അന്നൊക്കെ വ്യത്യസ്തമായ ദൗത്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ടു. അന്നൊക്കെ മുസ്ലിമീങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് അദ്ദേഹം അവിടെ വലിയ ആലിമായി സേവനം അനുഷ്ഠിക്കുകയും ചെയ്തു. സ്വഹാബിമാർ ഏതാണ്ട് അവസാനം മരിക്കുന്ന സ്വഹാബിമാരിൽപ്പെട്ടവരാണ് അനസ് റളിയല്ലാഹു. അപ്പോൾ മുസ്ലിം ലോകത്ത് സ്വഹാബത്തിൻ്റെ ആ തലമുറയ്ക്ക് മൊത്തം നേതൃത്വം വഹിച്ചുകൊണ്ട് അവസാനത്തെ സ്വഹാബിയും ഏകദേശം മരിക്കുന്നത് വരെയുള്ള ആ കാലം, തൊട്ടടുത്ത കാലം വരെ അവിടെ അവരെ കാരണവരായി ദീനിയായ ഒരു അവലംബമായി ആളുകൾക്ക് ദീനു പഠിക്കാൻ, ചോദിക്കാൻ, സംശയം ചോദിക്കാൻ ഒക്കെയുള്ള ഒരാളായി അദ്ദേഹം ദീർഘകാലം അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ധാരാളം ഹദീസ് നബിയിൽ പഠിപ്പിച്ചത്. നിസ്കാരത്തെ സുഫിൻ്റെ പ്രാധാന്യം അദ്ദേഹം എപ്പോഴും ആവർത്തിച്ച് പറയുന്ന കാര്യമായിരുന്നു. നമ്മളും അത് ഉൾക്കൊള്ളേണ്ടതുണ്ട്. മദീന പള്ളിയിൽ സുഫ് കെട്ടിയപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ നബിൻ്റെയും ഖലീഫമാരൊക്കെ പ്രതി നിസ്കരിച്ചതാണല്ലോ, ഞങ്ങളെ സൊഫൊക്കെ ഞങ്ങൾ നിസ്കാരമൊക്കെ നോക്കിയിട്ട് നിസ്കാരത്തിൽ തകരാറുണ്ടെങ്കിൽ പറയണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് തകരാറൊന്നും കാണുന്നില്ല, ഇല്ല അന്നക്കും ലാ തതിമ്മുന സുഫൂഫ്, സൊഫുകൾ നിങ്ങൾ പൂർത്തിയാക്കുന്നില്ല എന്ന കുഴപ്പമുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. അന്ന് സ്വഹാബിമാരാണ് സൊഫിലുള്ളത്, ബാക്കി താബിഈകളുമാണ്. കുറച്ച് സ്വഹാബികളുണ്ടാവും, മഹാഭൂരിപക്ഷം താബിഈകൾ. ആ താബിഈകളും സ്വഹാബിമാരും നിസ്കരിക്കുന്ന മദീന പള്ളിയിലെ സൊഫ് നോക്കിയിട്ട് അനസ് പറയുകയാണ്, നിങ്ങൾ സൊഫ് പൂർത്തിയാക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ നബിയുടെ കാലത്ത് സൊഫ് കെട്ടിരുന്നത് ഒരാളുടെ കാൽപാദം അടുത്ത ആളെ കാൽപാദവുമായി ചേർത്തി വെക്കുമായിരുന്നു. ഒരാളുടെ ഞെരിയാണി അടുത്ത ആളെ ഞെരിയാണിയുമായി ചേർത്തി വെക്കുമായിരുന്നു. മങ്കിബഹു ബി മങ്കിബി സ്വാഹിബിഹി, തൻ്റെ ഷോൾഡർ അടുത്ത ആളുടെ ഷോൾഡറുമായി ചേർത്തി വെക്കുമായിരുന്നു. ശേഷം അദ്ദേഹം പറഞ്ഞു, ഞങ്ങളൊക്കെ സൊഫ് നിന്നത് പോലെ ഇന്ന് ഞാൻ നിങ്ങളെ സൊഫ് നിർത്തുകയാണെങ്കിൽ നിങ്ങൾ വെറുപ്പ് കാണിക്കും, കുറുമ്പ് കാണിക്കുന്ന ഒരു ഒട്ടകത്തെ പോലെ, മോട്ട് കാണിക്കുന്ന ഒട്ടകത്തെ പോലെ നിങ്ങൾ വെറുപ്പ് പ്രകടിപ്പിക്കും. ഞങ്ങൾ സൊഫ് നിന്നത് പോലെ നിങ്ങൾ ഞാൻ ഇപ്പം നിർത്തുകയാണെങ്കിൽ, അടുപ്പിച്ച് നിർത്തിയാൽ എന്തോ ഒരു അസ്വസ്ഥത, വല്ലാത്തൊരു പ്രയാസം. അന്ന് അദ്ദേഹം അത് പറഞ്ഞെങ്കിൽ പിന്നെ ഇപ്പം നമുക്ക് പറയാനില്ലല്ലോ. കാലം അടുപ്പിച്ചാൽ ഓട് വലിക്കും, പിന്നെ അടുപ്പിച്ചാൽ പിന്നെ വലിക്കും, പിന്നെ അടുപ്പിച്ച ദന്തോട് സ്ഥലം ചേർത്തമാരി ഒരു ആശ്വാസം നൂടായിരിക്കും. അതാണ് പറഞ്ഞത്, കുറുമ്പ് കാണിക്കുക ഒട്ടകത്തിനെ പോലെ ആണ്ട് പിടിച്ച് അങ്ങോട്ട് വെക്കണ ആ സ്വഭാവം. അത് അന്നുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ഇന്നുണ്ടാവുന്ന ഉറപ്പനാണല്ലോ.
അപ്പം അത്ര ഗൗരവത്തിൽ അവരൊക്കെ അതിനെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം കുറേ കാലം ഡമാസ്കസിലായിരുന്നു താമസിച്ചത് നബിയുടെ കാലശേഷം. അദ്ദേഹത്തെ കാണാൻ ഒരു താബഴി പ്രമുഖൻ ഡമാസ്കസിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹം അനസ് കാണാൻ വേണ്ടി ചെന്നതാണ്. അദ്ദേഹം ദഖൽതു അലാ അനസിൻ ബി ദിമഷ്ക, ഡമാസ്കസിൽ ഞാൻ അനസ് വീട്ടിലേക്ക് ചെന്നു ഒന്ന് കാണാൻ വേണ്ടി. ചെന്ന് അദ്ദേഹത്തെ മുട്ടിവിളിച്ച് അകത്ത് ചെല്ലുമ്പോൾ വഹുവ യബ്കി, അദ്ദേഹം ഇത് കരയാണ്. പെരി ചെന്നപ്പോൾ ഈ സ്വഹാബി കരയാണ്. അപ്പോൾ ചോദിച്ചു, എന്താ നിങ്ങൾ കരയണത് ചോദിച്ചു. സ്വഹാബിമായിട്ടും ഒരു മുതിർന്ന പ്രായമുള്ള പക്വതയുള്ള അറിവുള്ള ഒരു വലിയ ആലിമാണല്ലോ, എന്തേ നിങ്ങൾ കരയുന്നു? അദ്ദേഹം പറഞ്ഞ മറുപടി, എങ്ങനെ കരയാതിരിക്കും? അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച ദീനിൽ ഒന്നും ഇന്ന് അതേപോലെ കാണുന്നില്ല, എല്ലാത്തിലും മാറ്റം വന്നു. ഇല്ലാ ഹാദിഹി സ്വലാ, നിസ്കാരമല്ലാതെ വേറൊന്നും ഇന്നില്ല. വഹാദിഹി സ്വലാ ഖദ് ളുയിഅത്, ആ നിസ്കാരം തന്നെയും ഇതാ പാഴായി തുടങ്ങിയിരിക്കുന്നു. ബാക്കിയൊക്കെ നബി പഠിപ്പിച്ചതൊക്കെ പോയി, എല്ലാത്തിലും മാറ്റം വന്നു. നിസ്കാരമുണ്ട്, ആ നിസ്കാരത്തിൽ തന്നെ തകരാറുകൾ വന്നു തുടങ്ങി. അത് ഓർത്ത് അദ്ദേഹം കരയാണ് പരികു തന്നിട്ട്.